എല്ലാ ദേഷ്യപ്പെടലുകളും തെറ്റൊന്നുമല്ല. ദേഷ്യപ്പെടുന്നത് സ്നേഹമില്ലാത്തത് കൊണ്ടുമല്ല, ദേഷ്യപ്പെടുന്നത് മോശമുള്ള കാര്യമല്ല. ദേഷ്യപ്പെടലുകൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വരാറുണ്ട്. കോപം പാപമായിട്ട് എപ്പോഴും മാറാറില്ല. ഇന്നത്തെ വചനത്തിൽ പറയുന്ന കാര്യമാണ് കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് എന്നാണ് പറയുന്നത്. കോപിച്ചുകൊള്ളുക എന്നാൽ പാപം ചെയ്യരുത്. കോപവും ദേഷ്യവും എവിടെയാണ് പാപമായിട്ട് മാറണമെന്നറിയാവാ? ആ കോപവും ദേഷ്യവും കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ അവർക്കെതിരെ ഒരു പക വളർത്തുമ്പോഴാണ്, അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായി ദ്വേഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും അങ്ങനെ സംസാരിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുവാനും ഞാൻ ഇടവരുത്തുമ്പോഴാണ്. എൻ്റെ കോപം കൊണ്ട്, എനിക്കുണ്ടായ കോപം കൊണ്ട് ഞാൻ വേറെ ആളുകളെയും ആ ഒരു കാര്യത്തിൽ നിന്ന് അകറ്റാൻ പരിശ്രമിക്കുമ്പോഴാണ്. അങ്ങനെ അതായത് കോപിച്ചിട്ട് തിന്മയോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് ആ കോപം തെറ്റായിട്ട് മാറണം. അല്ലെങ്കിൽ കോപങ്ങളൊക്കെ മനുഷ്യ സ്വഭാവത്തിലെ സഹജമായ കാര്യമായിട്ട് കണക്കാക്കി നമുക്കതൊക്കെ വിട്ടുകളയാം. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായ കോപമുള്ള ഒരാളാണ്, ഞാൻ ഭയങ്കരമായി പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ് എന്ന് പറയുന്ന ആളുകൾ എന്നും ചിന്തിക്കുക, തങ്ങളുടെ ഈ ദേഷ്യം ഒരു പാപമായിട്ട് മാറാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ.